ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 4 പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മെറ്റൽസിനെ കുറിച്ചിട്ടാണ്. ഭൂവൽക്കത്തിൽ അഥവാ എർത്ത് ക്രസ്റ്റിലാണ് മെറ്റൽസിനെ കാണാൻ സാധിക്കുക. ഇനി രണ്ട് രീതിയിലാണ് മെറ്റൽസിനെ ഭൂവൽക്കത്തിൽ കാണാൻ സാധിക്കുക. ഒന്ന് ഫ്രീ സ്റ്റേറ്റിലും അതുപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റേറ്റിലും. ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽസിൻ്റെ എക്സാമ്പിളാണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. അതേപോലെ തന്നെ അത് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽസ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. ഈ ഫ്രീ സ്റ്റേറ്റിലുള്ള മെറ്റൽ ഒഴിച്ചുള്ള ബാക്കി മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അവ പലതരം എലമെൻറ്റ്സ് ആയിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ ഈ മെറ്റാലിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനറൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെറ്റാലിക് കോമ്പൗണ്ട്സിനെയാണ് മിനറൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലതരം എലമെൻ്റായിട്ട് മെറ്റൽസ് ഇങ്ങനെ ചേർന്നിരിക്കും. അതൊരു ശുദ്ധമായ രൂപത്തിലല്ല, അതൊരു ഫ്രീ സ്റ്റേറ്റിലിരിക്കുന്നത്. ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് ഇത്തരം മെറ്റൽസ് പലതരം എലമെൻറ്റ്സ് ആയിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെറ്റാലിക് കോമ്പൗണ്ടിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മിനറൽസ്? ദ മെറ്റാലിക് കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ നേച്ചർ. അതായത് ഫ്രീ സ്റ്റേറ്റിലല്ലാതെയുള്ള മെറ്റൽസൊക്കെ പലതരം എലമെൻറ്റ്സ് ആയിട്ട് ചേർന്നിട്ട് ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിൽ അഥവാ ഒരു മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനറൽസ്. ഇനി ഈ മിനറൽസിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മിനറൽസിൽ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു മിനറൽസ് എന്ന് പറയുന്നത് എല്ലാ മിനറൽസും നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ചില സെലക്റ്റഡ് ആയിട്ടുള്ള മിനറൽസ് ആണ് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അവിടെ ഒരു ടേം വരുന്നുണ്ട്, ഓർ എന്ന് പറഞ്ഞൊരു ടേം. അതായത് ഏത് മിനറലിൽ നിന്നാണോ ഒരു മെറ്റൽ നമുക്ക് ഈസി ആയിട്ടും, അതായത് വളരെ എളുപ്പത്തിലും ക്യുക്കായിട്ടും അതുപോലെ വളരെ വേഗത്തിലും അതുപോലെ തന്നെ എക്കണോമിക്കലി ആയിട്ട്, അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നു, അതിനെയാണ് ഓർ ഓഫ് ദാറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. അതായത് ആ മെറ്റലിൻ്റെ ഓറിൽ നിന്ന് തന്നെയാണ് ആ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത്. അതായത് ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ഒരു കേസ് വരാണ്. അലുമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്? ബോക്സൈറ്റ് ആണ്. അപ്പോൾ ഈ അലുമിനിയത്തിനെ അതിൻ്റെ തന്നെ ഓറായ അലുമിനിയം എന്ന് പറഞ്ഞ മെറ്റലിനെ അതിൻ്റെ തന്നെ ഓറായ ബോക്സൈറ്റിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെറ്റൽസ് ചോദിക്കും, അതിൻ്റെ ഓറ് ചോദിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓറിൽ നിന്നാണ് ഈ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു പോയിന്റ് വിട്ടുപോകരുത്. അപ്പോൾ ഏതൊക്കെ മെറ്റലിനെ ഏതൊക്കെ ഓറിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. നമുക്കത് നോക്കാം. ഇനി ഓർ ഓഫ് സം മെറ്റൽസ് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തെ മെറ്റലാണ് അലുമിനിയം. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇതിൽ അയേൺ, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റിൻ്റെയും മെറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയേൺ ആണ്. എന്നാൽ അയേണിൻ്റെ ഓർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഓറാണ് കോപ്പർ പൈറിറ്റിസും കുപ്രൈറ്റും. അതുപോലെ സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡും കലാമിനും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരാം, വിച്ച് മെറ്റൽസ് ഓർ ഈസ് കലാമിൻ? ഏത് മെറ്റലിൻ്റെ ഓറാണ് കലാമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? സിങ്ക് ആയിരിക്കും ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഈസ് ദ ഓർ ഓഫ് അലുമിനിയം? അലുമിനിയത്തിൻ്റെ ഓർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സൈറ്റ് ആണ് ആൻസർ വരുന്നത്. വിച്ച് മെറ്റൽസ് ഹാവ് സൾഫൈഡ് ഓർ? ഏതിലൊക്കെയാണ് സൾഫൈഡ് ഓർ ഉള്ളത്? ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് മെറ്റലിലാണ് സൾഫൈഡ് ഓർ ഉള്ളത്? ഏത് മെറ്റലിലാണ്? ഒന്ന് കോപ്പറിലും ഒന്ന് സിങ്കിലും. സൾഫൈഡ് ഓർ എന്ന് ഓർമ്മിച്ച് വെച്ചോ. ഏത് മെറ്റലിലാണ് സൾഫൈഡ് ഓർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്കിലും കോപ്പറുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് എന്താണ് മെറ്റലർജി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓറിൽ നിന്നാണ് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റലർജിയിൽ 3 സ്റ്റേജസ് കൂടെയാണ് നമ്മൾ ഈ മെറ്റലിനെ ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. 3 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേജാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, ഓറിൻ്റെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ,
മൂന്നാമത്തെ സ്റ്റേജാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ മെറ്റലർജിയിൽ എത്ര സ്റ്റേജസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ, മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ 3 മെത്തേഡ് കൂടെയാണ് നമ്മൾ ഈ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത്. നമ്മൾ മെറ്റലർജി എന്താണെന്ന് പഠിച്ചു. ഒരു ഓറിൽ നിന്ന് അതിൻ്റെ പ്യുവർ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് മെറ്റലർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റലർജിക്ക് 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ദ ഓർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ക്രസ്റ്റ് ഓഫ് എർത്ത് കണ്ടെയ്ൻ മെനി ഇമ്പ്യൂരിറ്റീസ്. നമുക്കറിയാം ഈ ഓർ നമുക്ക് കിട്ടുന്നത് ഭൂവൽക്കം എന്നറിയപ്പെടുന്ന എർത്ത് ക്രസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അഥവാ മാലിന്യങ്ങൾ ആ ഓറിനോടൊപ്പം കാണപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഈ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുക എന്നതാണ് ഈ ഫസ്റ്റത്തെ പ്രോസസ്സായ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓറിൽ കാണപ്പെടുന്ന മാലിന്യങ്ങളെ അഥവാ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാങ്, GANGUE എന്നറിയപ്പെടുന്ന ഗാങ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഗാങ്ങിനെ എടുത്ത് മാറ്റുക എന്നതാണ് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഓറിനെ പൗഡേർഡ് ഓറാക്കി മാറ്റും. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ പൗഡേർഡ് ഓറാക്കി അതിനെ മാറ്റുക. ഈ പൗഡേർഡ് ഓറാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾവറൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചോളണം. ഈ ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ ഈ പൗഡേർഡ് ഓർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജായ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓറിനെ കുറിച്ചിട്ടാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെലക്റ്റഡ് ഓർ ഓഫ് ദ മെറ്റാലിക് കോമ്പൗണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ് ആർ യൂസ് ടു എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ദ ഓർ. അതായത് മെറ്റാലിക് കോമ്പൗണ്ടിലുള്ള എല്ലാ ഓർസും നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഓർസ് മാത്രമേ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുള്ളൂ. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മെറ്റൽ ഫ്രം ദ ഓൾമോസ്റ്റ് പ്യുവർ ഓർ. പ്യുവർ ഓറിൽ നിന്ന് മാത്രമേ നമ്മളിവിടെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുള്ളൂ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനറലി ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് ഫസ്റ്റ് ചേഞ്ച്ഡ് ടു ഇറ്റ്സ് ഓക്സൈഡ്. ആദ്യം തന്നെ ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ അതിൻ്റെ തന്നെ ഓക്സൈഡാക്കി മാറ്റും. എന്നിട്ട് ഈ ഓക്സൈഡ് ഓറിനെ നമ്മൾ സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യും. ഇതാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മെറ്റലർജിയാണ്, തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ്. The metal obtained during the second stage need not be very pure. നമുക്കറിയാം സെക്കൻഡ് സ്റ്റേജിൽ കിട്ടുന്ന മെറ്റൽ എന്ന് പറയുന്നത് പ്യുവർ ആയിരിക്കില്ല. മേ കണ്ടെയ്ൻ അതർ മെറ്റാലിക് ഓക്സൈഡ് ആൻഡ് അതർ മെറ്റൽ ദാറ്റ് കമ്പൈൻ ഡ്യൂറിങ് ദ റിഡക്ഷൻ പ്രോസസ് ആസ് ഗാങ്. അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ നമ്മൾ അതിൻ്റെ തന്നെ ഓക്സൈഡാക്കി മാറ്റും. എന്നിട്ട് സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യും. ആ സമയത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് എന്നറിയപ്പെടുന്ന ഗാങ് അതിനോട് ഈ മെറ്റലിനോട് ഒട്ടിച്ചേരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുക എന്നതാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. ദ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്യുവർ മെറ്റൽ ബൈ റിമൂവിങ് ദീസ് ഗാങ്. പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ ഇമ്പ്യൂരിറ്റീസ് മാറ്റിയിട്ട് പ്യുവർ മെറ്റലിനെ കിട്ടുക എന്നതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റൽ ആൻഡ് ദ ഗാങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ അഡോപ്റ്റഡ്. മെറ്റലിൻ്റെയും ഗാങ്ങിൻ്റെയും പ്രകൃതി അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മളിതിൽ ഉപയോഗിക്കും. ഈ വീഡിയോയിൽ പഠിച്ചത് എന്താണ്? നമ്മൾ അവസാനം പഠിച്ചത് മെറ്റലർജിയാണ്. 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജായ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ എന്താ നടക്കുന്നത്? ഗാങ് എന്നറിയപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതായത് ഇവിടെ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡാക്കി മാറ്റുക. ഈ ഓക്സൈഡിനെ പല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഇതിന് രണ്ടാമത്തേൽ നടക്കുന്നത് കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്. മൂന്നാമത്തേൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന മെറ്റൽ അത്ര പ്യുവർ ആയിരിക്കില്ല. അതായത് സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന മെറ്റൽ, ആ മെറ്റലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതർ മെറ്റലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് നോൺ മെറ്റൽസ് ഉണ്ടായിരിക്കും. നമുക്ക് ഏത് മെറ്റലാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ മെറ്റലിന് പുറമേ ആയിരിക്കും ഈ നോൺ മെറ്റൽസ്, മെറ്റാലിക് ഓക്സൈഡ്, അതുപോലെ തന്നെ മെറ്റൽസ്, അതർ മെറ്റൽസിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നതാണ് ഈ മൂന്നാമത്തെ പ്രോസസ്സായ റിഫൈനിങ് ഓഫ് മെറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.